ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മുടെ കിച്ചൺ ഭാഗത്തുള്ള അടുക്കള മുറ്റത്തുള്ള കുറച്ചൊരു മേക്ക് ഓവറും പുതിയ കുറച്ച് പ്ലാൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെ റീപോർട്ടിങ്ങും ഉള്ള പ്ലാൻസിൻ്റെ റീപോർട്ടിങ്ങും ബാക്കിയുള്ള പ്ലാൻസ് കൊണ്ടുവന്ന പ്ലാൻസൊക്കെ പോട്ട് ചെയ്യണേയും ഒക്കെ ഉണ്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ അതത് നമ്മളില്ലാത്ത സമയത്ത് ഇവിടെ വന്നിട്ടുള്ള കൊറിയർ ആയിരുന്നു കേട്ടോ. മീഷോന്ന് പർച്ചേസ് ചെയ്താണ് ഞാൻ ഇത്ര ക്വാളിറ്റി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയായി അൺബോക്സ് ചെയ്തപ്പോൾ. ഒന്നാമത് അത്യാവശ്യം വലിപ്പമുണ്ട്. ഇത്രയും വലിപ്പം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ടേബിളിൽ വെറുതെ ഒന്നും ഇടാതെ ഇങ്ങനെ വെച്ചാൽ തന്നെ നല്ലൊരു ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കോംബോ ആയിരുന്നു, ഓറഞ്ചും റെഡും. ഇതിൻ്റെ ഗ്രീൻ ഉണ്ട്, അത് സിംഗിൾ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് കോംബോ ആയപ്പോൾ അങ്ങനെ വാങ്ങിയതായിരുന്നു. ഇത്ര വലിപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല ഫിനിഷിങ് കൊണ്ട് കേട്ടോ. ഒന്നാമത് എനിക്കിഷ്ടപ്പെട്ട് പുറത്ത് കൊടുത്തിട്ടുള്ള ഈ സെറാമിക് കോട്ടിങ് അതുപോലെ തന്നെ ഉള്ളിലും കൊടുത്തിട്ടുണ്ട്. ചിലതിനൊന്നും നമ്മൾ ഈ ഒരു റേറ്റിൽ വാങ്ങുമ്പോൾ നമ്മൾ ഉള്ളിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവില്ല കേട്ടോ. നല്ല ഫിനിഷിങ് ഉണ്ടായിരുന്നു. 317 രൂപ അങ്ങനെ എന്തോ ആണ് എനിക്ക് 2 പീസിനും കൂടെ ആയത്. അപ്പോൾ നല്ല പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ മീഷോയിൽ നല്ല നല്ല പ്രോഡക്റ്റൊക്കെ വരുന്നുണ്ട്, കുറേ മെച്ചപ്പെട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. റയറായിട്ടുള്ള പ്ലാന്റ്സ് ഒന്നുമല്ല, കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ്സ് തന്നെയാണ്. ഞാൻ 2 കാര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് കേട്ടോ പ്ലാന്റ്സ് വാങ്ങിയിട്ടുള്ളത്. ഒന്നാമത് ഇൻഡോർ ആവണം, ഇൻഡോറിൽ നല്ല സർവൈവ് ചെയ്യുന്ന പ്ലാന്റ്സ് ആവണം. പിന്നെ ലോ മെയിൻ്റെനൻസും ആവണം കേട്ടോ. അങ്ങനത്തെ പ്ലാന്റ്സാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ കാണുന്ന ഈ സൈഡിലുള്ള ഗ്രില്ലുണ്ടല്ലോ, അത് കുറച്ചും കൂടി ഒരു പച്ചപ്പാക്കി എടുക്കണം എന്ന് ഒരാഗ്രഹം. ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ ഭാഗം മാഷാ അല്ലാഹ് ആ ഗ്രില്ലിലൊക്കെ നമ്മുടെ പ്ലാന്റ്സൊക്കെ വള്ളി പിടിച്ച് കയറി, ഡിസ്റ്റീഡിയൻ്റെ പല വെറൈറ്റിയൊക്കെ വെച്ചിട്ട് അതൊക്കെ പിടിച്ച് കയറി നല്ല പച്ചപ്പായിട്ടുണ്ട്. പിന്നെ പൊതുവേ ആ ഒരു സൈഡിലേക്ക് ഒരു പപ്പായ മരം ഒക്കെ ഉണ്ടായതുകൊണ്ട് നല്ലൊരു പച്ചപ്പാണ്. അപ്പോൾ ഈ സൈഡിലേക്ക് അതേപോലെ ആവണം എന്ന് വിചാരിച്ചിട്ട് ഒരു വെർട്ടിക്കൽ ഗാർഡൻ പോലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിന് പറ്റിയ പ്ലാന്റ്സ് ഒക്കെയാണ് വാങ്ങിയത്. പിന്നെ എന്താ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി, നമ്മുടെ വെരിഗേറ്റഡ് ബാമ്പു ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റയറായിട്ടുള്ള പ്ലാന്റ്സ് ഒന്നുമല്ല, ഒക്കെ കോമൺ ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. അധികം ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് അറിയാൻ പറ്റുമല്ലോ ഏത് പ്ലാന്റ്സാണ് ലോ മെയിൻ്റെനൻസ് ആയിട്ട് ഇൻഡോറിൽ നല്ല ആയുസ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നോക്കിയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. പാഷൻ ഫ്രൂട്ട് പിന്നെ നമ്മൾ കൊടൈക്കനാൽ പോയ സമയത്ത് അവിടെ ഒരു ഓറഞ്ച് കളർ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, അത് ഭയങ്കര മധുരമാണ് കേട്ടോ. അപ്പോൾ അന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഞാൻ കുറേ തൈ തിരഞ്ഞ് നടന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ വാങ്ങിയതിൻ്റെ സീഡ് ഇട്ടിട്ട് മുളപ്പിക്കാനായിട്ട് നോക്കി, പക്ഷെ മുളച്ചില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കൊടൈക്കനാൽ ഒരുപാട് സ്ഥലത്ത് ഞാൻ കയറി നോക്കി അതിൻ്റെ തൈ കിട്ടുമെന്ന് പറയാൻ. അപ്പോൾ അവർക്കതൊരു വിഷയമല്ല, അവിടെ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ അവിടെയും ഇവിടെയൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ടാവും അവർ പറയണത്. പക്ഷെ നമുക്ക് കിട്ടണ്ടേ, അങ്ങനെ കിട്ടിയില്ല. പിന്നെ അത് തേക്കടിയിൽ നിന്ന് ഈ നഴ്സറി കയറിയപ്പോൾ കിട്ടിയ തയ്യാട്ടോ. ഇത് അവർ പറഞ്ഞ് വയലറ്റാണ്, അതുപോലെ തന്നെ മധുരമുള്ളതാണെന്നാണ് പറഞ്ഞത്. എനിക്ക് വലിയ വിശ്വാസം പോരാ. ഏതായാലും ഞാൻ 2 തൈ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വെയിൽ വേണ്ട ചെടിയാട്ടോ, പൂവിട്ട് നിൽക്കുന്നത്. അത് ഞാൻ മുറ്റത്തേക്ക് വാങ്ങിയതാണ്. പിന്നെ ഈ ഫിറ്റോണിയും സിങ്കോണിയുമാണ് ഞാൻ ഗ്രില്ലിൽ കൊളുത്താൻ വേണ്ടി, വെർട്ടിക്കലായിട്ട് കൊളുത്താൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഈ പ്ലാന്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് നമ്മൾ ഹാർട്ട് ഷേപ്പിലൊക്കെ അങ്ങനെ വളച്ചെടുക്കണ ആ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പോട്ടിൽ ഹാർട്ട് ഷേപ്പിലൊക്കെ ഗ്രില്ല് വെച്ചിട്ട് അങ്ങനെ പരത്തി വിടുന്നൊരു പ്ലാന്റാണ് ഇത്. പിന്നെ നമ്മളെ കർട്ടൻ പ്ലാന്റ് ആട്ടോ. അത് നമ്മളെ ഗ്ലാസിൻ്റെ ഉള്ളിലുള്ള സ്റ്റെപ്പിൻ്റെ ലാൻഡിങ്ങിലുള്ള ഗ്ലാസ് ഉണ്ടല്ലോ, അവിടെ വെക്കാമെന്നുള്ള പ്ലാനിങ്ങിലൊക്കെ വാങ്ങിയതാണ്. സർവൈവ് ചെയ്യുമോ എന്താണെന്നൊന്നും അറിയില്ല, സെറ്റ് ചെയ്ത് നോക്കണം. ഒക്കെ പതുക്കെ ചെയ്യുള്ളൂ കേട്ടോ, കുറേശ്ശെ ആയിട്ട് അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് അഗ്ലോണിമകളൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്യണം. നമ്മളൊരു കിളിക്കൂട് വാങ്ങി കേട്ടോ അങ്കമാലിയിൽ നിന്ന്. കുറേ ആയിട്ട് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ ഒരു കിളിക്കൂട് വേണമെന്ന്. അപ്പോൾ അത് വാങ്ങി. അപ്പോൾ അതിൻ്റെ കാല് കവർ ചെയ്ത് പോകുന്ന പോലെ കുറച്ച് പോട്ടുകൾ വെക്കണം. അപ്പോൾ അഗ്ലോണിമ അവിടെ ഉണ്ടായിരുന്ന അഗ്ലോണിമൊക്കെ ഒന്ന് റീപോർട്ട് ചെയ്യുന്നതൊന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകുമെന്ന് കരുതിയിട്ട് അതൊക്കെ ഞാൻ റീപോർട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ ബാമ്പും കുറച്ച് അഗ്ലോണിമകളും ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റുഭാഗം ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത് വലിയ ഹൈറ്റ് ഉണ്ടായിരുന്നില്ല ആ കൂട്. അപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ ആ തറൻ്റെ സ്റ്റെപ്പിൽ വെച്ചിട്ട് മുന്നത്തെ കാല് ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് 2 പോട്ട് വെച്ച് കൊടുക്കാണ്, നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ആ പോട്ടും അതിൻ്റെ ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് പോകണം.
ചെടി വെച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വലിയ വെയിറ്റുള്ള കൂടൊന്നുമല്ല, നിങ്ങൾ കാണുന്നില്ല, റീപ്പർ കൊണ്ടുള്ള കൂടാണ്. അപ്പം അത് ചിലപ്പോൾ മക്കളാരെങ്കിലുമൊക്കെ തട്ടിത്തെറിച്ച് തെറിപ്പിച്ചിടും. അപ്പോൾ പോട്ടുകളൊക്കെ വെച്ചാൽ കുറച്ചൊരു സേഫ്റ്റി ഉണ്ടാവും, വല്ലാണ്ട് അങ്ങോട്ട് അതിൻ്റെ അടുത്തേക്ക് പോകില്ലല്ലോ. കിളിനെ വാങ്ങിയിട്ടില്ല കേട്ടോ, ഏത് കിളിയെ വാങ്ങേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. എനിക്ക് 2 ലവ് ബേർഡ്സ് മതിയായിരുന്നു ഒരു ചിലക്കൽ കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കാക്കാക്കും മോനും ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. തിരൂര് പോയി നോക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് പോയി നോക്കണം. ആദ്യം കൂടൊന്ന് വൈറ്റ് പെയിന്റ് അടിക്കണം വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടേ കിളിനെ വാങ്ങണതിനെ പറ്റി ചിന്തിക്കുള്ളൂ. ഇപ്പം തൽക്കാലം കൂട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്ലാന്റ്സും ഒന്ന് എല്ലുപൊടിയൊക്കെ ഇട്ട് മിക്സൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് റീഫിൽ ചെയ്തു. അഗ്ലോണിമൊക്കെ നമ്മൾ നട്ട് വെച്ച അന്നത്തെ പോട്ടിംഗ് മിക്സ് തന്നെയാണ്, അതിലുള്ള പ്രോട്ടീനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മണ്ണൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുത്ത് ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. അങ്ങനെ മാറ്റി തിരിച്ചൊക്കെ വെച്ച് നോക്കുകയാണ്. ഈ സൈഡിക്കും ആ കൂടിൻ്റെ മുന്നേക്കും ഓരോ സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പാമ്പ് ഇരിക്കണ ഭാഗത്ത് സ്റ്റാൻഡ് ഒഴിവാക്കിയിട്ട് ആ ഒരു ബാത്റൂമിൻ്റെ ഡോറിൻ്റെ സൈഡ് ഉണ്ടല്ലോ, അങ്ങോട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് അതിന്മേൽ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ അത് ബാത്റൂമിലേക്ക് കിടക്കണ വഴിയാണല്ലോ. അപ്പം ഇപ്പോൾ ആ പോട്ട് ഞാൻ കാല് ഉയർത്തി വെച്ചത് എങ്ങനെ തട്ടി തെറിപ്പിച്ചൊന്നും ഇടണ്ടെന്ന് കരുതിയിട്ട് ഈ സ്റ്റാൻഡ് ആ ഭാഗത്തേക്ക് വെച്ചിട്ട് അതവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ തിരിച്ചു മറിച്ചൊക്കെ വെച്ച് നോക്കുകയാണ്. കൂടിൻ്റെ അടിയിലൊരു ട്രേ ഒക്കെ ഉണ്ട് കേട്ടോ. റീപ്പറിൻ്റെ കൂടാണെങ്കിലും ട്രേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല വൃത്തിയാക്കാനൊക്കെ എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കണേ. എല്ലാ പ്ലാന്റിൻ്റെയും ഡബിൾ പോട്ട് ഞാൻ ഒഴിവാക്കിട്ടോ. വൈറ്റ് പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒഴിവാക്കി. എന്നാൽ പിന്നെ എനിക്ക് സമാധാനത്തിൽ നനക്കാലോ എന്ന് കരുതിയിട്ടാട്ടോ. ഒന്ന് ലീഫിലൊക്കെ വെള്ളം അടിച്ച് സ്പ്രേ ചെയ്ത് നനക്കാനായിട്ട് പറ്റും. മറ്റേത് ഡബിൾ പോട്ട് ആകുമ്പോൾ ആ പോട്ടിൽ വെള്ളം നിൽക്കുകയും ചെയ്യും, പ്ലാന്റിൻ്റെ വേരുമൊക്കെ വെള്ളം എത്തൂല്ല. പ്രത്യേകിച്ച് നമ്മുടെ മറ്റേ ഐറ്റം അഗ്ലോണിമ ഉണ്ടല്ലോ, എന്താ പറയുക, ടിഷ്യൂ കൾച്ചർ ഐറ്റം, അതിൻ്റെ വേര് വല്ലാണ്ട് താഴേക്ക് പോകില്ല. അപ്പോൾ പിന്നെ അത് വേരും പ്ലാന്റും കൂടെ മേലെ ഇങ്ങനെ നിൽക്കുമായിരിക്കും. അടിയിൽ ഡബിൾ പോട്ടിൽ നിറച്ച് വെള്ളം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനത് പോട്ടൊക്കെ ഒഴിവാക്കി. ഇപ്പോൾ ഈ ബ്ലാക്ക് പോട്ടൊക്കെ അങ്ങനെ ഡബിൾ പോട്ട് ആയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു കളറൊക്കെ മാറിയിട്ടുണ്ട്. അഴുക്ക് ഇങ്ങനെ പൂപ്പൽ പിടിച്ച പോലെയാണ് കേട്ടോ, അല്ലാത്തൊന്നുമല്ല, അഴുക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം, ആദ്യം ഒന്ന് സെറ്റ് ചെയ്യട്ടെ വിചാരിച്ചു. അതേപോലെ തന്നെ ജി പ്ലാന്റ് ഞാൻ ഏതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പോട്ട് മാറ്റാതെ അങ്ങോട്ട് ഷേപ്പൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഉള്ളിലത്തെ സീഡ് വലുതായിട്ട്. അപ്പോൾ അത് ഞാൻ 3 പോട്ടാക്കി പ്ലാന്റ് ചെയ്തു കേട്ടോ. നല്ല എല്ലുപൊടിയും ഒക്കെ ഇട്ട മിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഷൂട്ടുകളൊക്കെ പെട്ടെന്ന് വന്ന് ഫില്ലായി കിട്ടും കേട്ടോ. ഇത് വേറൊരു വെറൈറ്റിയാണ്. അത് ഞാൻ തൽക്കാലം വേറെ 2-3 പോട്ടൊന്നും ആക്കിയിട്ടില്ല, അങ്ങനെ തന്നെ വെച്ചതാണ്. ഒന്നും കൂടി തിക്കായി വരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഒരു ബ്ലാക്ക് കളറ് ജി പ്ലാന്റാണ്. ജി പ്ലാന്റ് ലോ മെയിൻ്റെനൻസ് ആട്ടോ, ഏത് സാഹചര്യത്തിലും ഉണ്ടായിക്കോളും. പെട്ടെന്നൊന്നും ഉണങ്ങി പോവുക, പെട്ടെന്ന് നശിച്ചു പോവുക, ഫംഗസ് വരിക, അങ്ങനത്തെ ഒരു പ്രശ്നവും ജി പ്ലാന്റിന് ഇല്ല കേട്ടോ. ഇൻഡോർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് എന്ന് തന്നെ പറയാം ജി പ്ലാന്റ്. അപ്പോൾ അത് അവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു കേട്ടോ. ഇവിടെയായിരുന്നു നമ്മൾ അഗ്ലോണിമ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ജി പ്ലാന്റ് ആക്കി. ഇനിയിപ്പോൾ നമ്മളെ വെർട്ടിക്കൽ ഗാർഡന് വേണ്ടിയിട്ട് ഞാൻ സിങ്കോണിയും അതേപോലെ ഫിറ്റോണിയും അത് രണ്ടും ഒരു പോട്ട് 3-4 പോട്ടൊക്കെ ആക്കിയിട്ടോ. ഫിറ്റോണിയൊക്കെ ഓരോ നോഡിലും വേര് വരും, അപ്പോൾ അത് മുറിച്ചിട്ട് അങ്ങനെ പ്ലാന്റ് ചെയ്ത് കൊടുത്തു. അതേപോലെ സിങ്കോണിയും ഒരു 3-4 തൈ ഉണ്ടായിരുന്നു അതിൽ, അതും ഞാനങ്ങനെ സിംഗിൾ ആക്കിയിട്ട് വെർട്ടിക്കൽ പോട്ടിലാക്കി. ആ ഒരു ഡോറിൽ തന്നെ ഹാങ് ചെയ്തതാണ് കേട്ടോ. എന്നാൽ പിന്നെ ഒന്ന് നല്ലോണം നനക്കുമ്പോൾ, ഇപ്പോൾ ലൂസായിട്ടുള്ള സോയിലാണല്ലോ, അപ്പോൾ കുറച്ച് വെള്ളത്തിൽ കൂടെ പോകാനൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ ഗ്രില്ലൊക്കെ എടുത്ത് കൊളത്താന്ന് വിചാരിച്ചു. ആ മണ്ണൊഴുകുന്നതൊക്കെ അവിടെ പുറത്തുനിന്ന് അങ്ങോട്ട് ഒഴുകിക്കോളുമല്ലോ. അപ്പോൾ അതായിരുന്നു കേട്ടോ. നമ്മൾ കുറേയൊക്കെ നനക്കുമ്പോൾ ഈ ചകിരിച്ചോറുമൊക്കെ ചേർത്തതാകുമ്പോൾ മണ്ണിങ്ങനെ താഴെ പോകും കേട്ടോ. പോട്ട് നിറച്ച് വെച്ചതാണെങ്കിലും പിന്നെ അരപ്പോട്ടൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇത് ഇവിടെ നിന്ന് തന്നെ നനക്കുകയാണ്, എന്നാൽ പിന്നെ ചളിയും മണ്ണൊക്കെ അങ്ങോട്ട് പോയിക്കോട്ടെ, അത് പിന്നെ എടുത്ത് കൊളത്താന്ന് വിചാരിച്ചു കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്താണ് നനക്കാറുള്ളത് കേട്ടോ. എന്നാൽ പിന്നെ വേരിലേക്ക് അധികം ഇൻഡോർ പ്ലാന്റ്സിന് എപ്പോഴും നമ്മൾ പെട്ടെന്ന് വെള്ളം ഒഴുകി പോണ
പോട്ടിംഗ് മിക്സാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ വെള്ളം കൂടുതലായിട്ട് അടിയിൽ നനവ് നിൽക്കുന്നതും ഇൻഡോർ പ്ലാന്റ്സിന് നല്ലതല്ല. എന്നാലും ഒരു കുളിർമൊക്കെ വേണം താനും, അങ്ങനെയാണ്. അപ്പം ഭയങ്കര റിസ്ക് ആട്ടോ, ചില പ്ലാന്റ്സ് ഭയങ്കര റിസ്ക്കാണ്. നമുക്ക് പിടി കിട്ടൂല ഇതിനെന്താണ് ഇഷ്ടം എന്നുള്ളതോ വെള്ളം കൂടിയോ കുറഞ്ഞോ അതൊന്നും പിടി കിട്ടൂല. ഏറ്റവും നല്ലത് പ്ലാന്റിൻ്റെ അടിയിൽ തൊട്ട് നോക്കുമ്പോൾ നനവില്ലെങ്കിൽ മാത്രം നനക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ അഗ്ലോണിയം ആയാലും വേറെ പ്ലാന്റ്സൊക്കെ ആയാലും ഇങ്ങനെ സ്പ്രേ ചെയ്ത് നനക്കുമ്പോൾ അതിൻ്റെ ലീഫിലൊക്കെ നല്ലോണം വെള്ളം കിട്ടി നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടാവും ചെയ്യും, അടിയിലധികം വെള്ളം നിൽക്കില്ല. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ട്രിപ്പ് പോയ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു, ഒരു 5 ദിവസമൊക്കെ ആയപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഇതന്നെ ആയിരുന്നു കേട്ടോ, പ്ലാന്റ്സൊക്കെ ഉണങ്ങിപ്പോയോ കേടായോ എന്താന്നൊക്കെ. പക്ഷെ ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായതുകൊണ്ടായിരിക്കും പ്ലാന്റ്സിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഈർപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ദിവസമായിട്ട് ഒരാഴ്ച പഠിച്ചിട്ടല്ലോ, എന്നിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് നനച്ച് ഫ്രഷാക്കി നിർത്തുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ പോട്ട് ക്ലീൻ ചെയ്യലും ഒക്കെ തുടച്ചെടുക്കലൊക്കെ നാളെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുറ്റത്ത് കാണുന്ന ചാമ്പയാണ് കേട്ടോ നടക്കുന്നത്. നമ്മൾ ആപ്പിൾ ചാമ്പ എന്ന് പറയുമല്ലോ, ആ സാധനമാണ് കേട്ടോ. 2 തൈയുണ്ട്. ഒറ്റ നമുക്ക് കഴിക്കാൻ കിട്ടൂല കേട്ടോ, മഴ പെയ്തു കഴിഞ്ഞാൽ നിറച്ച് പുഴുവാണ്. പക്ഷെ ഞാനിത് ഒഴിവാക്കിയിട്ടില്ല. ഒന്നാമത്തെ കാരണം പൊടിൻ്റെ ശല്യം കുറേയൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ ഒരുപാട് കിളികളുണ്ടല്ലോ അവിടെ, അപ്പോൾ അവർ വന്ന് കഴിക്കും. കിളികൾ വരാനൊക്കെ എന്തെങ്കിലുമൊക്കെ പഴം ഒക്കെ വേണമല്ലോ, ചുറ്റുഭാഗത്ത് എന്തെങ്കിലും മാങ്ങയോ ചക്ക എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ കിളികളും പക്ഷികളൊക്കെ നല്ലോണം വരുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ നിർത്തിയതാട്ടോ. ഞാനിപ്പോൾ ഈ ബാക്കി സൗണ്ട് കൊടുക്കുന്നത് രാവിലെ തന്നെ, അപ്പോൾ ശബ്ദത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാവും ഇപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഇതാ ബാക്കി പ്ലാന്റ്സൊക്കെ ഈ ബേസിൽ ഇറക്കി വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഒക്കെ നനച്ചതിന് ശേഷം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. വൈകുന്നേരം ഏകദേശം 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഈ ഭാഗത്ത് നല്ലൊരു പപ്പായ മരം നല്ല കായ്ക്കാറുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്, പഴുപ്പിച്ചാൽ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഒന്നേ കഴിക്കണുള്ളൂ. ഞാനൊരു കൂട്ടായിട്ട് അങ്ങനെ വെച്ചതാട്ടോ. തൈ മുളപ്പിച്ചപ്പോൾ ഞാൻ സിംഗിളായിട്ട് ഇങ്ങനെ നിൽക്കണതാണ്, ഒരു ഭംഗിയില്ലല്ലോ. അപ്പോൾ 2-3 തൈ ഒരുമിച്ച് ഒരു കുഴിയിൽ വെച്ച് കൊടുത്തായിരുന്നു. അതിലൊരു തൈയാണ് കായ്ക്കണുള്ളൂ കേട്ടോ. ഈ സ്റ്റാൻഡിൽ കാര്യമായിട്ട് വെച്ചിട്ടുള്ളത് കലാത്തിയാണ്. കലാത്തിയ ഈ പറഞ്ഞ പോലെ തന്നെ തീരെ ചൂട് കൂടുതലായാൽ കലാത്തിയൻ്റെ ലീഫ് കരിഞ്ഞു പോകും. ഒന്നിങ്ങനെ നോക്കി നന്നായി വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ചൂട് കാറ്റൊക്കെ അടിക്കുമ്പോൾ അത് കരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ കലാത്തി എത്ര നോക്കിയാലും ശരിയാകാത്തൊരു പ്ലാന്റാണ്. നമ്മളെ ഇവിടുത്തെ കാലാവസ്ഥക്ക് കേട്ടോ, എല്ലാ സ്ഥലത്തും ഒരുപോലെ ആവില്ല. ഇവിടുത്തെ കാലാവസ്ഥക്ക് കലാത്തിയ വല്ലാണ്ട് അങ്ങോട്ട് ശരിയാവില്ല. ഇൻഡോറിലും ശരിയാവണില്ല. ഇൻഡോറിൽ തീരെ വെയിൽ കിട്ടാത്തടത്ത് നോക്കിയിട്ടും അതും വല്ലാണ്ട് അങ്ങോട്ട് സക്സസ് ആവണില്ല. ശരിയായി വരും, അതിൻ്റെ ഇടയിൽ എന്തോ സംഭവിക്കും. അപ്പം നമുക്കൊരു വിഷമമാണല്ലോ. ആ ഡിസ്ചെടിയൊക്കെ ഗ്രില്ലിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കയറി വരുന്നുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ പറഞ്ഞല്ലോ നല്ല പച്ചപ്പായി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ സിങ്കൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നാളെ അത് ഒക്കെ വൃത്തിയാക്കി എടുക്കണം. ഇപ്പോൾ വെർട്ടിക്കൽ പോട്ടൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കാം. അതൊക്കെ ഇപ്പോൾ പോട്ടിൽ ചെടി ഉള്ളതായിട്ട് അറിഞ്ഞില്ല കേട്ടോ, കുറച്ച് ദിവസം പിടിക്കും. ഈ ഫിറ്റോണിയൊക്കെ നമ്മളെ പോട്ട് ഇങ്ങനെ കവർ ചെയ്ത് പറ്റി പിടിച്ച് വളർന്ന് ഇറങ്ങും കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഫിറ്റോണിയൻ്റെ ചെറിയ ലീഫുള്ള ഒരു പ്ലാന്റ് ഉണ്ട്, അതിൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കിട്ടുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില പ്ലാന്റ്സിന് നമുക്ക് ഒരു പ്രത്യേക താല്പര്യമാണല്ലോ, അങ്ങനത്തെ ഒരു പ്ലാന്റ് ആയിരുന്നു ആ ചെറിയ ലീഫുള്ള ഫിറ്റോണിയ. ഇത് ചുവപ്പ് ലീഫുണ്ട്, അതെനിക്കിഷ്ടമല്ല കേട്ടോ, അതെനിക്ക് വലിയ താല്പര്യമില്ല. എന്തായാലും വെയിറ്റ് ചെയ്യുക, ഒരു 10 ദിവസം കൊണ്ടൊക്കെ നമ്മൾ വിചാരിച്ച പോലെ പോട്ടൊക്കെ കവറായി വരും വിചാരിക്കും. അപ്പോൾ അതാണ് ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വർക്കൊക്കെ അവിടെ നിർത്തുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗായിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.